എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഈ ഒരു മത്തങ്ങക്കറി ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ പിന്നെ നമ്മൾ എവിടെ കണ്ടാലും വിടൂല കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇത് അടിപൊളിയായിട്ടുള്ള ഒന്ന് രണ്ട് പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്രയ്ക്കും ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ വഴിയേ പറയാം. അപ്പോൾ അതെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ കറി തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഇതുപോലെ കഴിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും കഴിക്കാൻ. ഇങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. മത്തങ്ങക്കറി ആവശ്യത്തിന് ചോറെടുത്തു, മത്തങ്ങക്കറി ഒഴിച്ച് അതിലേക്ക് നല്ല ഒരുപാട് പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കൊണ്ടാട്ടമുളക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി പൊട്ടിച്ചിട്ടൊന്ന് കഴിക്കണം കേട്ടോ. ഭയങ്കര രസമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ താല്പര്യമുള്ളവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്. നല്ല രുചിയായി ഒരു 3 മത്തങ്ങേൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു തൈരിൻ്റെയും ഈ ഒരു കൊണ്ടാട്ടമുളകും കൂടി ചേരുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിഡിലൻ രുചിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, മൂത്ത മത്തങ്ങയല്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള മത്തങ്ങ വിളഞ്ഞതാണെങ്കിലും അതെടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം എന്താ പറയുക നല്ല പൊടിയുള്ള മത്തങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂപ്പിലും ഇത് ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായി വന്നിട്ടുള്ള മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ഭാഗമാണ് എടുത്തുള്ള. ഇതിൻ്റെ പകുതി പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അത്രത്തോളം എമൗണ്ട് എടുത്തോളൂ കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക ഒരുപാട് മൂക്കാത്തത് കൊണ്ട് തന്നെ ഞാനത് തോലോട് കൂടിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്തങ്ങ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ച് വേവിക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ ചട്ടിയിലിട്ട് വേവിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തോല് ചെത്തി കളയണ്ട, അധികം മൂക്കാത്തത് കൊണ്ട് തന്നെ തോലോട് കൂടി തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല മഞ്ഞ കളറും പിന്നെ ആ ഒരു ഗ്രീൻ കളറും കൂടി വരുമ്പോൾ അപ്പോൾ ഒത്തിരി ഹാർഡല്ലാത്തത് കൊണ്ട് തന്നെ തോലോട് കൂടി തന്നെ നമ്മൾക്ക് ഈ ഒരു കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇനി വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് വെന്ത് ഉടഞ്ഞ് പിന്നെന്താ നല്ല ചാറോട് കൂടി വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചു. അതിലൊരു എന്താ പറയുക ഒരു 3 പച്ചമുളകോളം ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മത്തങ്ങയ്ക്ക് അത്യാവശ്യം കളറുണ്ട്, എന്നാലും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി മുളകും ചേർത്തു. ഇനി ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല കറിവേപ്പിലേൻ്റെയും ഒക്കെ ഒരു നല്ല മണമായിരിക്കും കേട്ടോ. പ്രത്യേകമായിട്ടുള്ളൊരു മണം. ഇതിലേക്ക് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഒരു ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മത്തങ്ങയിലും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പും മഞ്ഞളും ഒക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചങ്ങ് വേവിക്കാം. ഒരുപാടങ്ങ് വെന്ത് എന്താ പറയുക കുറുക്ക് പോലെ വെന്തെടുക്കേണ്ട, ചെറിയ കഷ്ണങ്ങളോട് കൂടിയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുവരെ ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം വെള്ളം ഉണ്ട് ഇതുണ്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മത്തൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടി ഒരു വന്നതുണ്ട്. ആവശ്യത്തിന് വെള്ളമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടാന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു മുളകും ഇതൊക്കെ കൂടി തിളച്ചിട്ട് ആ മുളകിൻ്റെ എരിവ് ഈ ഒരു മത്തങ്ങയിലേക്കൊക്കെ അപ്പോൾ അത്യാവശ്യം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനി ഇതൊന്നും കൂടി വേവുമ്പോഴത്തേക്കും എന്താ പറയുക അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ വെക്കുന്നത് ആയതുകൊണ്ടും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് കണ്ടോ, അത്യാവശ്യം ഇപ്പോൾ ഉടഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക സാധനങ്ങൾ ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം കേട്ടോ. ആ ഒരു ഇൻഗ്രീഡിയൻസാണ് ഇതിൻ്റെ എന്താ പറയുക ടേസ്റ്റിനെ സ്വാധീനിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതുണ്ട് അത്യാവശ്യം നല്ലോണം വെന്തു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി കുറുകും നല്ലോണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി ചാറ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഒന്നും കൂടി മത്തൻ ഒന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ എന്താ പറയുക നന്നായിട്ട് കുറുക്ക് പോലെ നല്ല കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും പരിപ്പോ അങ്ങനെയൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ മത്തൻ്റെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് മുരിങ്ങയിലയും കൂടി ചേർത്ത് വെക്കുന്ന വേറൊരു കറി
ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊടിയുള്ള പിന്നെ എന്താ പറയുക ചീനക്കാന്താരിയിൽ നിന്ന് കുറച്ച് കാന്താരി പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ നട്ട് വളർത്തിയതൊന്നല്ല, പിന്നെ എന്താ പറയുക കിളികൾ തന്നെ വിത്ത് വിതരണം നടത്തിയിട്ട് തന്നെ മുളച്ച് പൊങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പഴുത്തതൊക്കെ പറിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നില്ലെങ്കിലും നിറയെ പൊങ്ങി വന്നോളൂ കേട്ടോ. ഒന്ന് മഴ കിട്ടിക്കഴിഞ്ഞാൽ നിറച്ചത് പൊങ്ങി വരും. അപ്പോൾ അതേ ആവശ്യത്തിന് നല്ല ഒരുപാട് എന്താ പറയുക ഇപ്പോൾ അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് തന്നെ മരത്തിന് ഇത്തിരി ക്ഷീണമൊക്കെയാണ്, എന്നാൽ കൂടി നമുക്ക് ആവശ്യത്തിനുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളക്കാന്താരിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ബേസ് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതേ ആവശ്യത്തിന് ഞാൻ നല്ല എരിവുള്ള കാന്താരി നമ്മളെ കയ്യിലേക്ക് ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതിയാവും, കാരണം നമ്മൾ കുറച്ച് എന്താ പറയുക വലിയ മുളക് കീറിയിട്ടിട്ടാണല്ലോ മത്തൻ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എരിവ് നമുക്ക് മതി കേട്ടോ. അപ്പോൾ അതൊരു 8-10 കാന്താരി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് മതി, അത്യാവശ്യം നല്ല മൂത്തതായിട്ടുണ്ട്, നല്ലൊരു എന്താ പറയുക എരിവ് ഇതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അളവിൽ മാത്രം ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല പച്ച കുരുമുളകാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇത് ഇത്ര 3-4 അല്ലി കുരുമുളകൊന്നും വേണ്ട, നമുക്ക് ഒറ്റ തിരി കുരുമുളകിൻ്റെ ഒരു പകുതി വശം മതി കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വേറെ കുറച്ച് ആവശ്യത്തിനും കൂടി കുരുമുളക് വേണം, അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ അങ്ങ് പറിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചക്കുരുമുളകിൻ്റെ സീസണിൽ പച്ചക്കുരുമുളക് ഇട്ട് വെക്കുന്ന ഡിഷുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം, എന്നാൽ നമുക്കത് എന്താ പറയുക എല്ലാതും നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കുരുമുളക് അരച്ച് വെക്കുന്ന മീൻ കറീൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. മീൻ കറിയല്ല, മീൻ ഫ്രൈൻ്റെ റെസിപ്പി. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഇടികല്ലിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ കാന്താരി നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു പിടി കാന്താരി ഞാൻ കല്ലിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കണ്ണിലേക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിച്ച് ചതച്ചെടുക്കുക. ഒന്ന് പൊട്ടിയാൽ മതി കേട്ടോ, ഒരുപാടങ്ങ് ചതഞ്ഞ് മിക്സിയിലൊന്നിട്ട് ചതച്ചെടുക്കരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ ഇനി അമ്മിക്കല്ലുള്ളവരാണെങ്കിൽ അമ്മിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്താണ് കാന്താരി ചതച്ച് അതിലേക്ക് ഒരു പിടുത്തം ഒരു 4-5 ചെറിയുള്ളി എടുത്ത് അതും കൂടി ഒന്ന് ചതച്ചു കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളിയും കാന്താരിയും ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചതക്കേണ്ട, കാരണം കാന്താരി നമ്മളെ കണ്ണിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചതച്ചത് 2 അങ്ങ് വാരി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടുത്തത് ചതച്ചെടുക്കാം നമുക്ക്. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ചതഞ്ഞാൽ മതി, ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതേ സ്പൂൺ ഉപയോഗിച്ചിട്ട് കാന്താരിയും ചെറിയുള്ളിയും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 8-10 വെളുത്തുള്ളി ഉണ്ട്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം വലുതായതുകൊണ്ട് ഈ ഒരു അളവിൽ നമുക്ക് വെളുത്തുള്ളി മതി. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി അതും ഇതുപോലെ തന്നെ ചതയ്ക്കുക, ഒരുപാടങ്ങ് അരഞ്ഞു പോകുന്ന അത്രയൊരു ഇത് വേണ്ട കേട്ടോ. ഇത് കണ്ടോ, അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. മിക്സിയിലിട്ട് ചതയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് ഒരുപാടങ്ങ് അരഞ്ഞു പോകുന്നത് പോലെയോ. പിന്നെ അടുത്ത് നമ്മൾ ഒരു പിടി പിന്നെ പച്ചക്കുരുമുളകാണ് കേട്ടോ. അത് ഒരു തിരീൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം മതി. ആ തിരിയോടി കൂടി ചേർക്കരുത്, തിരി വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പരസം വരും കേട്ടോ. പിന്നെ ഈ പച്ച കുരുമുളക് ചേർക്കുമ്പോഴെന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് തരുമെങ്കിലും ഇത് ചതച്ച് ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. ഒരുപാട് നേരം വെച്ചാൽ ഇതിനൊരു ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ, ആ ഒരു കളറ് മാറും. അതുകൊണ്ട് തന്നെ എന്ത് കറിയിലേക്ക് നമ്മൾ ചേർക്കുവാണെങ്കിലും ആ ഒരു ടൈമിൽ നമ്മളെപ്പോൾ ചേർക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഇത് ചതയ്ക്കാൻ പാടുള്ളൂ. ചതച്ച ഉടനെ ഇത് ചേർക്കണം, അല്ലേ ഒരു കളറ് മാറിപ്പോകും കേട്ടോ. ഇത് കണ്ടില്ലേ, കുരുമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തു കേട്ടോ. ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മത്തങ്ങയൊക്കെ കഴിച്ചിട്ട് വയറിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു വെളുത്തുള്ളി ചേർക്കുമ്പോഴത്തേക്കും ഈ കുരുമുളക് ചേർക്കുമ്പോഴത്തേക്കും അതെല്ലാം മാറിക്കിട്ടും കേട്ടോ. ഈ പച്ച കുരുമുളക് ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് പിന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട്, കാരണം ഈ ഒരു കറി എന്താ പറയുക വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാന്താരിയും എല്ലാം കൂടി ഇതേ ചതച്ച് ഇളക്കിയെടുക്കുവാണ്. പിന്നെ അതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആവശ്യമില്ല ഇതിൽ തേങ്ങ ചേർക്കേണ്ടത്. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഒത്തിരി വിലയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ ഇപ്പോൾ ഒരുപാട് മത്തൻ്റെ സീസൺ ഉണ്ട്. അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ ധാരാളം മത്തങ്ങ ഉണ്ടാവും. അപ്പോൾ ഈ മത്തങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചെയ്താലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ നല്ല വെന്തൊന്നുകൂടി കുറുകി, അത് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും കറി ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ നമ്മളുടെ മത്തങ്ങ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതാ നമ്മൾ വറുത്ത കൂട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിന് മൂത്ത് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമ്മൾ കറിയിലേക്കൊന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ നല്ല കുറുകി. നമ്മൾ തയ്യാറാക്കിയ സമയത്ത് കുറച്ചും കൂടി കൺസിസ്റ്റൻസി കുറച്ചുകൂടി ലൂസായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇതുണ്ട് ഈ ഒരു തിക്നെസ്സിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കണം. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് എന്താ പറയുക കുറുകിയ രീതിയിലേക്ക് മാറും കേട്ടോ ഒന്ന് തണുക്കുമ്പോൾ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചക്കുരുമുളക് ചേർത്തിട്ട് ഇതുവരെ നിങ്ങൾ മത്തങ്ങ പിന്നെ ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. പച്ചക്കുരുമുളക് ഒരു ഗംഭീര രുചി തന്നെ നമ്മളെ മത്തൻ കറിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിന്നെ റെസിപ്പിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. മത്തങ്ങയുടെ റെസിപ്പികൾ വേറെയും ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം. ഇപ്പോൾ ഒരുപാട് സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നവരാരും തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെയാണ് കാണുന്നത്. വളരെ സങ്കടകരമായൊരു കാര്യമാണ്. പ്ലീസ് നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ കാണാൻ ഇനിയും മുന്നോട്ട് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുക. പിന്നെ ലൈക്ക് തരുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ഹൈ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ആ ഒരു പോയിൻറ്റും കൂടി കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവും, നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നല്ലൊരു നാടൻ മത്തങ്ങക്കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തീൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഗംഭീര രുചിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക നാട്ടിൻപുറങ്ങളിലെല്ലാം മത്തങ്ങയുടെ സീസണായി. എന്താ പറയുക ഈ ഒരു സീസണിൽ കുരുമുളകിൻ്റെ സീസണാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ മത്തങ്ങ തയ്യാറാക്കുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു രീതിയിൽ ഈ ഒരു രുചിയും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടി ഉണ്ടാക്കി കഴിക്കണം. ഈ ഒരു ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തും ആയിക്കോട്ടെ, എന്താണെങ്കിലും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.